ഋതു എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ എത്തിയ നടനാണ് ആസിഫ് അലി. പിന്നീട് കഥ തുടരുന്നു എന്ന ചിത്രത്തിലൂടെ ആസിഫ് മലയാള സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. ശേഷം ചെറുതും വലുതുമായ ഒട്ടനവധി സിനിമകളിൽ ആസിഫ് എത്തി. നമ്മളിൽ ഒരാളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആസിഫിന്റെ പ്രകൃതം അദ്ദേഹത്തെ ആരാധകരുടെ പ്രിയപ്പെട്ട ആസിഫിക്കയാക്കി മാറ്റി. ഇന്ന് തുടരെ ഹിറ്റുകൾ സമ്മാനിക്കുന്ന ആസിഫിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് രേഖാചിത്രം. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട സിനിമയാണിതെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത്രയ്ക്കുണ്ട് രേഖാചിത്രം മലയാള പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഇമ്പാക്റ്റ്. കഴിഞ്ഞ ദിവസമായിരുന്നു രേഖാചിത്രം റിലീസ് ചെയ്തത്. പിന്നാലെ മമ്മൂട്ടിയും കാതോട് കാതോരം എന്ന സിനിമയും ചർച്ചയാകുകയാണ്. സിനിമ റിലീസായതിനു പിന്നാലെ രേഖയും മമ്മൂട്ടി ചേട്ടനും തന്നെ സോഷ്യൽ ലോകത്തെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം രേഖാചിത്രം ടീം മമ്മൂട്ടിക്കൊപ്പമുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടിരുന്നു. തിരിച്ച് മമ്മൂട്ടിയും ഫോട്ടോകൾ പങ്കിട്ടു. പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒരു ആസിഫ് അലി ചിത്രം എന്നാണ് ആസിഫ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അനശ്വര രാജൻ അടക്കമുള്ളവരും മമ്മൂട്ടി ചേട്ടൻ എന്ന് കുറിച്ച് പോസ്റ്റുകൾ പങ്കിട്ടിട്ടുണ്ട്. രേഖാചിത്രം ടീമിനൊപ്പം സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടൻ എന്നാണ് ഫോട്ടോകൾ പങ്കിട്ട് മമ്മൂട്ടി കുറിച്ചത്. ഫോട്ടോകൾ ഇതിനോടകം തന്നെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുമുണ്ട്. പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ കുഞ്ഞനുജത്തി രേഖ പത്രോസ് എന്നാണ് അനശ്വര രാജൻ കുറിച്ചത്. ഇതിനിടയിൽ സിനിമ ഇഷ്ടമായെന്നും എന്നാൽ മമ്മൂട്ടി ചേട്ടൻ വേണ്ട മമ്മൂക്ക മതിയെന്നുമാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത്. അതേസമയം ആസിഫ് അലിയുടെ കരിയറിലെ മറ്റൊരു ഹിറ്റാകും രേഖാചിത്രം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രേഖാചിത്രത്തിന്റെ തിരക്കഥയെയും മേക്കിങ്ങിനെയും പ്രശംസിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തികച്ചും പുതുമ നിറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ് ചിത്രം മലയാളികൾക്ക് സമ്മാനിച്ചത്.